ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള അത്തപ്പൂക്കളാണ് വരുന്നത്. കഴിഞ്ഞ ഓണത്തിന് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഈ തവണ നമ്മുടെ ആദ്യത്തെ പൂക്കളത്തെ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പൂക്കളം ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലക്സിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഭിചേട്ടനാണ് കേട്ടോ വരച്ചു തരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഫ്ലക്സിൻ്റെ ഷീറ്റിന് പകരം ക്ലോത്ത് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്തിലാണെങ്കിലും വൈറ്റ് കളർ ക്ലോത്തിനാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലക്സിൻ്റെ ഷീറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ഫീറ്റിൻ്റെ പൂക്കളാണ് കേട്ടോ നമ്മളിപ്പോൾ വരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഓഫീസ്, ഇതിലൊക്കെ നമുക്ക് സെറ്റാക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അങ്ങനത്തെ നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കളറും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ കളറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഫെദർ വൂൾ എന്നാണ്. നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഇത്. അങ്ങനെ കുറച്ചധികം കളേഴ്സ് നമ്മളോട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് B7000ൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫ്ലക്സിൻ്റെ ഷീറ്റ് നമുക്കിനി കളർഫുള്ളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഓറഞ്ച് കളർ വൂളാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വേഗം ചെയ്ത് തീർത്താൽ മതി എന്നുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 4 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വർക്ക് ചെയ്ത് തീർക്കാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ തീർക്കാമായിരുന്നു. പക്ഷേ ഇത് നൈറ്റൊക്കെ ഇരുന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോനൊക്കെ ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് എന്തായാലും ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഓരോരോ കളറുകൾ നമ്മളിതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഫൈനൽ ലുക്കൊക്കെ ആവാറായിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കിട്ടുന്ന പോലെയൊക്കെ നമ്മൾ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, പക്ഷേ ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വർഷം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ നമ്മൾ ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോരോ കളറുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും കേട്ടോ, പക്ഷേ ഇത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് എന്ത് ജോലിക്കാണെങ്കിലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെല്ലോ കളറും കൂടെ ആ ഒരു വൂളും കൂടെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ ഒരു പൂക്കളത്തിൻ്റെ ഫീറ്റ് അനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത്. 1 ഫീറ്റ്, 2 ഫീറ്റ്, 3 ഫീറ്റ്. അപ്പോൾ ഇത് 3 ഫീറ്റാണ് വരുന്നത്. അങ്ങനത്തെ നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ വരുന്നത്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൗണ്ട് ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കത്രിക ഉപയോഗിച്ച്. ആ ഒരു കറക്റ്റ് അളവിൽ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂക്കളം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ് ലുക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളോട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് ഇടണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പൂക്കളം വരുന്നത്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇതിൽ നമ്മൾ യൂസ് ആക്കിയിരിക്കുന്ന കളറ് ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, വൈറ്റ്, അതുപോലെ തന്നെ റെഡ്, പിന്നെ വയലറ്റ് ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള അത്തപ്പൂക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സൈസും അതുപോലെ ഡിസൈനൊക്കെ അനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത്. നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു അത്തപ്പൂക്കളം ഇഷ്ടപ്പെട്ടെങ്കിലും അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്തപ്പൂക്കളൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.